എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 5 സിനിമകളുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. ആദ്യത്തെ സിനിമ തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ച ഏപ്രിൽ മാസം 25 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ തുടരും. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന തുടരും എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 27,15,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 8,25,00,000 രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 35,50,00,000 ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 4 ദിവസം കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ആദ്യ 4 ദിവസം കൊണ്ട് 47,75,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 83,15,00,000 എത്തിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 5ാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 5 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 33,65,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം തുടരും എന്ന സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 83 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ. 5ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 12 കോടിക്കടുത്താണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 95 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. 6ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയും കടക്കുന്നതാണ്. അടുത്ത സിനിമ കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ സൂര്യയെ നായകനാക്കി മെയ് മാസം 1 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ റെട്രോ എന്ന സിനിമയുടെ ഡീറ്റെയിൽഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 85,00,000 രൂപയും, തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5,86,00,000, കർണാടകം ബോക്സ് ഓഫീസിൽ 70,00,000 പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ചിത്രം 59,00,000 രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ റെട്രോ എന്ന സിനിമയുടെ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ 8,01,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം റെട്രോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 12 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ഏപ്രിൽ മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി വിഷു വിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്ലിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആലപ്പുഴ ജിംഖാന. നിലവിൽ 20 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 37 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആദ്യ 20 ദിവസം കൊണ്ട് 69 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ ബേസിൽ ജോസഫ് നായകനെത്തിയ ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയായ മരണമാസ്. ആദ്യ 20 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 12,70,00,000 എത്തപ്പെട്ട സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 21 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സിനിമകളിൽ വെച്ച് പരാജയം ഉറപ്പാക്കിയ സിനിമ കൂടിയാണല്ലോ ബസൂക്ക. ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാറിനെ നായകനാക്കി ഏപ്രിൽ മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബസൂക്ക. ആദ്യ 20 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13,50,00,000 എത്തപ്പെട്ട സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 25 കോടി പിന്നിട്ടിരിക്കുകയാണ്. 25,12,00,000 ചിത്രത്തിന്റെ ആദ്യ 20 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഏകദേശം 30-35 കോടി ബഡ്ജറ്റുള്ള സിനിമ ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും പരാജയപ്പെട്ട സിനിമ തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.